ക്ലബ് ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ബ്രസീലിയൻ ക്ലബ്ബുകളായ പാൽമീറാസ്, ബോട്ടഫോഗോ എന്നിവർ തമ്മിലാണ് ആദ്യ മത്സരം. ചെൽസി ബെൻഫിക്കയെയും ഇന്ന് നേരിടും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ് മോൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജോയ് മോൻ, ഗുഡ് മോർണിംഗ്. വലിയ വമ്പന്മാർ ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ട്, ചെറു പരൽമീനുകളും ഉണ്ട്. അപ്പോൾ വമ്പന്മാർ വളരുമോ, പരൽമീനുകൾ ഇടറുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണണം. എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടോ ജോയ് മോനെ? പിന്നിൽ നമുക്കിപ്പോൾ ഒരു ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. അതായത് വമ്പൻ ടീമുകളും അതുപോലെ തന്നെ ചെറുകിട ടീമുകളും ഇപ്പോൾ ഈ ക്ലബ് ലോകകപ്പിൻ്റെ ആദ്യ 16 ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് തന്നെയാലും മുൻപ് നമ്മൾ പല ടൂർണമെൻറ്റുകളിലും കണ്ടിരുന്ന പോലെ പ്രീ ക്വാർട്ടറുകൾ എന്ന് പറയുന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഘട്ടത്തിലും ആർക്കും, അതായത് വമ്പന്മാരായ റയൽ മാഡ്രിഡ്, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ സൂപ്പർ താരം ലിയോണൽ മെസ്സിയുടെ ഇന്റർ മിയാമി ഉൾപ്പെടെ പ്രീ ക്വാർട്ടറിൽ ഉണ്ടെങ്കിൽ തന്നെയാലും ഇതിൽ 6 അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നൊരു മുൻവിധിയും നമുക്ക് ഈ ഘട്ടത്തിൽ എടുക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയാലും പ്രീ ക്വാർട്ടർ, അതായത് ക്ലബ് ലോകകപ്പിൻ്റെ ആവേശങ്ങൾക്കാണ് ഇന്നിവിടെ തുടക്കമാകുന്നത്. അതായത് ആദ്യ മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസ് ബോട്ടഫോഗയെ നേരിടും. അതുപോലെ തന്നെ ഇന്നത്തെ രണ്ടാം മത്സരം, അതായത് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ ഒരു സൂപ്പർ പോരാട്ടം തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒരു പോരാട്ടമാണ് ഇന്ന് രണ്ടാം മത്സരമായ ചെൽസി, അതായത് ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസി ബെൻഫിക്കയെ നേരിടുന്നത്. ഈ കാര്യം പറയുന്നത് ബെൻഫിക്ക തന്നെയാലും പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ ചാമ്പ്യന്മാർ, അതായത് ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരായാണ് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചെങ്കിൽ ചെൽസി രണ്ടാം സ്ഥാനത്ത് ആയിട്ടാണ് ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് ഏറെക്കൂടി വിലയിരുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാധകർ ഉൾപ്പെടെ തന്നെ ഏറെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രസീലിയൻ ക്ലബ്ബ്, അതായത് 2 ബ്രസീലിയൻ ക്ലബ്ബുകൾ ഇതുപോലെ പ്രീ ക്വാർട്ടറിൽ എത്തുന്നത് തന്നെ ഒരു വലിയ ഏറെ ആവേശവും അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഈ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ നടക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ മിയാമിയോട് ഏറ്റ സമനിലയിൽ നിന്ന് ജയം ലക്ഷ്യമിട്ടായിരിക്കും ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസ് ഇറങ്ങുന്നതെങ്കിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയിൽ നിന്നൊരു തിരിച്ചുവരവാണ് ഈ ബോട്ടഫോഗോ നേരിടുന്നത്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 1 ഗോളിന് തോൽവി വഴങ്ങിയ ബോട്ടഫോഗോ ഈ മത്സരത്തിൽ, അതായത് പ്രീ ക്വാർട്ടറിലൂടെ ഈ വിജയം കണ്ടെത്തി അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ക്വാർട്ടറിൽ എത്താനായിരിക്കും ലക്ഷ്യമിടുക. അതുപോലെ തന്നെ ചെൽസി തന്നെ ആയാലും പറഞ്ഞാലും ഇന്നത്തെ മത്സരം, അത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു 3-0 തകർപ്പൻ ജയം ചെൽസിക്ക് ഈ ഒരു മത്സരത്തിൽ, ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ആത്മവിശ്വാസം നൽകും. അതുപോലെ തന്നെ ആയാലും ഇപ്പോൾ ചെൽസിക്ക് എതിരാളികളായ ബെൻഫിക്ക താരതമ്യേന ചെൽസിയോളം വലിയ തന്നെയാലും വൻ താരനിരയും അതുപോലെ തന്നെ ചെൽസിക്ക് ഒരു വെല്ലുവിളി ഉയർത്തത്തക്ക ഒരു ഗംഭീര ടീം തന്നെയാണ് ബെൻഫിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഈ പ്രവചിക്കാൻ കഴിയില്ല ബെനിൽ, അതായത് പ്രവചനങ്ങൾക്ക് അതീതമായ മത്സരങ്ങളാണ് ഇനി മുന്നോട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ സൂപ്പർ താരം ജോയ്മൻ പറഞ്ഞതുപോലെ പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പ്രവചിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളി കാണാം. താങ്ക് യു ജോയ് മോനാണ് വിവരങ്ങളുമായി ചേർന്നിരിക്കുന്നത്.